ഡൽഹിയിൽ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി നൽകണമെന്ന പ്രതിപക്ഷ ആവശ്യമൊക്കെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ സമ്മേളന കാലയളവിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉയർത്തിയതും അമിത്ഷായുടെ അസാന്നിധ്യത്തെ ചൊല്ലിയായിരുന്നു. അമിത്ഷാ വിശദീകരണങ്ങൾ നൽകണം, അതല്ലാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന വാദം ആവർത്തിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് അമിത്ഷാ ലോക്സഭയിൽ എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. CJP പ്രക്ഷോഭത്തിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഷാ സഭയിലേക്ക് വരുന്നതും. 2 ബില്ലുകൾ അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കും. സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ രാവിലെ ഇന്ത്യ സഖ്യവും യോഗം ചേരുന്നുണ്ട്. ശരത്ലാൽ ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയമുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. എവിടെ പോയി അമിത്ഷാ എന്തുകൊണ്ട് മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോ ഷാ സഭയിലേക്ക് എത്തുമെന്നും വിശദീകരണം നൽകുമെന്നും ഒക്കെ കരുതപ്പെടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതിൽ വ്യക്തത വരുന്നുണ്ട്. ഇന്ന് എന്താണെങ്കിലും അമിത്ഷാ എത്തുമോ? ഇന്ന് മനസ്സിലാക്കുന്നിടത്തോളം സഭയുടെ പരിഗണനയിലേക്ക് 4 ബില്ലുകൾ വരുന്നു. അതിൽ സുപ്രധാനമായ 2 എണ്ണം, അതിൽ ഒരെണ്ണം കേരള എന്ന പേര് കേരളം എന്നാക്കുന്ന ഔദ്യോഗിക ബില്ല്, അത് 2 എണ്ണം അമിത്ഷാ തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം എത്തുമെന്നാണ് നിലവിലെ സൂചനകളും, അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. അതുതന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനം. ബില്ലുകളൊന്നുമല്ല, ഇന്ന് ഏറ്റവും പ്രധാനം അമിത്ഷാ സഭയിൽ ലോക്സഭയിൽ വരുമോ എന്നുള്ളതാണ്. കാരണം സഭയിൽ പാർലമെന്റ് അകത്ത് അമിത്ഷാ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റ് അകത്ത് അദ്ദേഹത്തിൻ്റെ റൂമിൽ, ഓഫീസ് റൂമിൽ മുഴുവൻ സമയവും അമിത്ഷാ ഉണ്ടായിരുന്നു. എന്നാൽ ഇരു രാജ്യസഭയിലോ ലോക്സഭയിലോ അദ്ദേഹം എത്തിയിരുന്നില്ല. തൻ്റെ മുറിയിൽ വെച്ച് സന്ദർശകരെ സ്വീകരിക്കുന്നു, എംപിമാരെ കാണുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സഭയിലേക്ക് എത്തിയില്ല. എന്നാൽ ഇന്നാദ്യമായിട്ട് സഭയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ 2 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം കേരള എന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് ആക്കുന്ന 2026 അമെൻമെൻറ്റ് ബില്ലാണ്. ആ ബില്ല് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അമിത്ഷായുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പേരാണ്. അതേപോലെ തന്നെ കോർപ്പറേഷൻ അമെൻമെൻറ്റ് ബില്ലും അതും അമിത്ഷായുടെ പേരിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അമിത്ഷായുടെ പേരിലായതുകൊണ്ട് തന്നെ അദ്ദേഹം സഭയിലേക്ക് വന്ന് ഈ ബില്ല് അവതരിപ്പിക്കും എന്ന് തന്നെയാണ് NDA വൃത്തങ്ങൾ പറയുന്നത്. കാരണം നേരത്തെയൊക്കെ തന്നെ അമിത്ഷാ ബില്ല് അവതരിപ്പിക്കാതെ, അതായത് അമിത്ഷാ അവതരിപ്പിക്കേണ്ട ബില്ലായിരുന്നു നീറ്റിലെ പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ നീറ്റിലെ പരീക്ഷാ കോപ്പിയടയ്ക്ക് അല്ലെങ്കിൽ നൽകുന്ന കർശന ശിക്ഷ എന്നുള്ള ബിൽ. അതൊന്നും അമിത്ഷാ അവതരിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പേര് അതിലുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ ഉണ്ടായില്ല. ഇന്ന് ലോക്സഭയിലെ ലിസ്റ്റ് ഓഫ് ബിസിനസ്സിൽ 2 ബില്ലുകൾ, 4 ബിൽ അവതരിപ്പിക്കുന്നതിൽ 2 ബില്ലുകൾ അമിത്ഷായുടെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിക്കാൻ സഭയിൽ എത്തുമെന്ന് തന്നെയാണ് പരിപൂർണമായിട്ട് പ്രതിപക്ഷവും വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രതിപക്ഷത്തിന്റെ നിലപാട്? അമിത്ഷായെ ബില്ല് അവതരിപ്പിക്കാൻ അനുവദിക്കുമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേരളത്തിന്റെ ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഇക്കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഐക്യകണ്ഠ്യേന പാസാക്കിയ ബില്ലാണ് കേരള നിയമസഭ. അത് അവതരിപ്പിക്കാനാണ് അമിത്ഷാ ലോക്സഭയിൽ എത്തുന്നത്. ഇതിൽ എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ ഇന്ന് നടക്കുന്ന ഇന്ത്യ സഖ്യ യോഗം തീരുമാനമെടുക്കും. ശ്രീലക്ഷ്മി. ഓക്കെ ശരത്ത്, ശരി. അപ്പോൾ ഇനിയിപ്പം ഇന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്നത് പാർലമെന്റിലേക്കാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ സഭാ സമ്മേളന കാലയളവിലൊന്നും പ്രതിഷേധ സാഹചര്യങ്ങൾ, പ്രത്യേക ഒരു സാഹചര്യമായിരുന്നല്ലോ നമ്മുടെ രാജ്യത്ത് നിലനിന്നത്. അപ്പം ആ സമയത്തൊന്നും അമിത്ഷാ സഭയിലേക്ക് വന്നിരുന്നില്ല. അമിത്ഷാ വരാത്തതിലായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധം ഘടിപ്പിച്ചത്. അപ്പോൾ ഇന്ന് അദ്ദേഹം എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ വളരെ ആകാംക്ഷാ പുരസരം കാത്തിരിക്കുന്ന ഒരു കാര്യം.